നിങ്ങൾ നാളെ നാം ചർച്ച ചെയ്യുന്നത് 1201 കുംഭമാസം 6-ാം തീയതി, അതായത് 18/2/2026. നാളത്തെ വിശേഷം നമുക്ക് ചിന്തിക്കാം. നാളെ ബുധനാഴ്ച, സൂര്യോദയം കാലത്ത് 6:47, അസ്തമയം വൈകിട്ട് 6:30 തൃശ്ശൂർ നഗരത്തിൽ. രാഹുകാല ആരംഭം ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെയുള്ള സമയമാണ്. നാം ശുഭകാര്യങ്ങളൊന്നും രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ ദിനം നല്ല ദിനമാണ്, ബുധനാഴ്ചയാണ്. പക്ഷേ സ്ത്രീകൾ, നാൽക്കാലികൾ, ഗർഭിണികൾ ബുധനാഴ്ചയും ശുക്രവാരം വെള്ളിയാഴ്ചയും സഞ്ചരിക്കാറില്ല. നാളത്തെ തിഥി അമാവാസി കഴിഞ്ഞുള്ള തിഥിയാണ്. പ്രതിപദം എന്ന് പറയും. പ്രതിപദം എന്നാൽ പ്രഥമാതിഥിയുടെ മറ്റൊരു ഭാഷ്യമാണ് പ്രതിപദം. യഥാർത്ഥത്തിൽ പ്രതിപദം തിഥിയിൽ ഗുണമാണോ? തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നതാണ്. പ്രതിപദം തിഥിയിൽ ഗുണമല്ല. ദാരിദ്ര്യം പ്രതിപദം കുര്യാത്. പ്രതിപദം ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു. അതിനാൽ സാമ്പത്തികമായ വിഷയത്തിൽ വെളുത്തപക്ഷത്തിലെ അമാവാസി കഴിഞ്ഞുള്ള ആദ്യത്തെ 5 ദിനങ്ങൾ അത്ര ശുഭമല്ല. അതിൽ പ്രതിപദം വളരെ ദോഷമാണ്. പിന്നെ ചതുർത്ഥി വരുന്നുണ്ട്. ചന്ദ്രൻ ദുർബലമാണ്. 5-ാം തീയതി വരെ ഈ ദിനങ്ങളിൽ നിന്ന് അറിയുക. നാളത്തെ ബുധനാഴ്ചത്തെ നക്ഷത്രം നല്ല നക്ഷത്രമാണ്. ചതയം നക്ഷത്രമാണ്. ശുഭനക്ഷത്രമാണ് ചതയം. പല ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്നു. ശതഭിഷക് എന്ന് പറയുന്ന ചതയം നക്ഷത്രം. നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സർപ്പക്ഷേത്ര ദർശനം വളരെ അഭികാമ്യമാണ്. തിരുവാതിര, ചോതി, ചതയം ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം രാഹുവാകുന്നു. അതിനാൽ സർപ്പപ്രീതി എന്നത് വളരെ ഗുണമാണ്. സർപ്പപ്രീതിയിൽ അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തിയെ. തൻ്റെ ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി വളരെ ഉത്തമമാണെന്ന് അറിയുക. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഉപകാരപ്പെടും. ചിന്മുദ്രയിൽ ഇരുന്നു കൊണ്ട് 9-18 തവണ ചൊല്ലുക. വളരെയധികം മാറ്റങ്ങൾ വരും. നാളത്തെ വിഷയത്തിൽ സർപ്പക്ഷേത്രത്തിൽ ആയില്യ പൂജ അല്ലെങ്കിൽ സർപ്പബലി. കേരളത്തിന് വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹുകേതു പൂജ അല്ലെങ്കിൽ നാഗങ്ങൾക്ക് 100 പാലും വളരെ നല്ലൊരു വഴിപാടാണ്. ഇതൊക്കെ ചെയ്താൽ സർപ്പവിഷയത്തിലുള്ള ദോഷങ്ങൾക്ക് പരിഹാരമാകുന്നതാണ്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബുധനാഴ്ച ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താം. 9:55 മുതൽ 10:45 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്താവുന്ന നല്ലൊരു ദിനമാണെന്നറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.